RSS മുഖപത്രമായ ഓർഗനൈസർ ഇന്ന് മോഹൻലാലിനെതിരെ ലേഖനം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഷാർജയിൽ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു വിമർശനം. എന്താണ് ഓർഗനൈസറിൽ പറഞ്ഞിരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഓർഗനൈസർ ആ ലേഖനം ഇല്ല. പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: മോഹൻലാൽ വെറുമൊരു നടൻ മാത്രമല്ല, ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ഈ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസമാണ്. ഇന്ത്യ പാകിസ്ഥാനുമായി സംഘർഷം അതിർത്തിയിൽ നടക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി വഹിക്കുന്ന ലാലിനെ ആദരിക്കുന്നത് വിരോധാഭാസം എന്നാണ്. നിലവിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനമില്ല. ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി ഒരു ഓണററി പദവിയാണ്. മോഹൻലാൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ഗൾഫ് മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണ്. ജമാഅത്തെ ഇസ്ലാമി ദേശവിരുദ്ധ സംഘടനയാണ് എന്ന നിലപാട് സർക്കാരിനില്ല. അത് ബാൻ ചെയ്ത സംഘടനയല്ല. ഓണററി സൈനിക പദവി പിൻവലിക്കണം എന്നാണ് ഈ ഓർഗനൈസർ പറയുന്നത്. എമ്പുരാൻ ഇസ്ലാമിക ഭീകരതയോട് അനുകമ്പയുള്ള സിനിമയാണ് എന്ന് പറയുന്നു. പിന്നീട് അതിൽ സെൻസറിങ് നടന്ന് നമ്മൾ കണ്ടു. സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് അംഗീകാരം സ്വീകരിക്കുമോ എന്നുകൂടി ചോദിച്ചാണ് ഓർഗനൈസർ വിവാദമായ ലേഖനം എഴുതിയത്. എന്നാൽ ആ ലേഖനം പിന്നീട് വിവാദമായതിനെ തുടർന്ന് ഓർഗനൈസർ തന്നെ പിൻവലിക്കുന്നതാണ് നമ്മൾ കണ്ടത്.